മലപ്പുറം ജില്ലയിലെ മുഴുവൻ സീറ്റുകളിലും യു.ഡി.എഫിന് ജയം. 16 മണ്ഡലങ്ങളിൽ 12ഇടത്ത് മുസ്ലിം ലീഗും 4ഇടത്ത് കോൺഗ്രസുമാണ് വിജയിച്ചത്. മലപ്പുറത്ത് നിന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ആധിപത്യം നിയമസഭയിലും ആവർത്തിച്ചു. 16-ൽ 16 എന്ന നേട്ടം ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഒരു മാസക്കാലമായി ഓരോ കേരളീയനും ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയമാണ്. 100ഓളം സീറ്റുകളിൽ ഇപ്പോൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ടീം വർക്കിൻ്റെ വിജയമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ടീം വർക്കിൻ്റെ വിജയമാണ് ഈ ഇലക്ഷനിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. മലപ്പുറത്ത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 85,074 വോട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം. തിരൂരങ്ങാടി പി.എം.എ. സമീർ 63,387 വോട്ടിനും മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് റഹ്മത്തുള്ള 57,887 വോട്ടുകൾക്കും വള്ളിക്കുന്ന് ടി.വി. ഇബ്രാഹിം 51,289 വോട്ടിനും കൊണ്ടോട്ടിയിൽ ടി.പി. അഷ്റഫ് അലി 56,017 വോട്ടിനും വിജയിച്ചു. ഏറനാട് പി.കെ. ബഷീർ 41,289 വോട്ടിനും തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ 24,137 വോട്ടിനും പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം 32,431 വോട്ടിനും മങ്കട മഞ്ഞളാംകുഴി അലി 45,609 വോട്ടിനും വേങ്ങര കെ.എം. ഷാജി 30,325 വോട്ടിനും വിജയിച്ചു. കോട്ടക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ 61,837 വോട്ടിനും താനൂർ പി.കെ. നവാസ് 27,131 വോട്ടിനും വിജയിച്ചു. കോൺഗ്രസ് മത്സരിച്ച നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 54,851. തവനൂരിൽ വി.എസ്. ജോയ് 14,647 വോട്ടിനും പൊന്നാനി കെ.പി. നൌഷാദ് അലി 13,267 വോട്ടിനും വണ്ടൂരിൽ എ.പി. അനിൽകുമാർ 47,939 വോട്ടിനും വിജയിച്ചു. എൽ.ഡി.എഫ് സിറ്റിംഗ് സീറ്റുകൾ തവനൂരും പൊന്നാനിയും താനൂരും നഷ്ടമായി. സംസ്ഥാനത്ത് 27 സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗ് 22 സീറ്റിലും വിജയിച്ചു. 2011-ൽ 24 സീറ്റിൽ മത്സരിച്ച് 20 സീറ്റുകളിൽ ലീഗ് വിജയിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം.